ശ്യാമള കുഞ്ഞമ്മയുടെ മോള്. അയ്യോ ഇവൾ എന്ത് സ്ലിം ആയിരിക്കുന്നു നോക്ക്. എനിക്ക് നോക്കട്ടെ നോക്കട്ടെ. എന്ത് തടിയായിരുന്നു ഇവളിപ്പോ മെലിഞ്ഞ്. എന്തൊരു വണ്ണമായിരുന്നു. അതിന് അളിയൻ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ നോക്ക് മാമ, മാലതി നമ്മുടെ. മനസ്സിലായി. അയ്യോ പണ്ട് എന്റെ കൈ തൂങ്ങി നടന്ന പെൺകുട്ടിയാണ്. ആ ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഡയറ്റ് കൺട്രോൾ ചെയ്ത ആർക്കും വലിയ. അത് ശരിയാ. അതെ, പക്ഷെ ഒരു കാര്യം. അല്ല അത് ശരിയല്ല. അതിനെ ഒരു മനസ്സ് വേണം. മനുഷ്യ വേണം. ഒരു ഫോട്ടോ കാണിച്ചപ്പോ നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങളായിരിക്കും ഇപ്പൊ ഇങ്ങോട്ട് എഴുന്നള്ളിച്ചത്. അതല്ലേ അതല്ല, വണ്ണം കുറച്ചത് കാണിക്കാനല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ആ മാല ഉണ്ടോ? നെക്ലസാ? ആ ഓ അവൾക്ക് നന്നായിട്ട് ചേരും. കണ്ടാ? ശരിയാ. അവക്ക് ചേരോ ഇല്ലെന്നുള്ളത് എനിക്ക് അതേപോലെ ഒരെണ്ണം വേണമെന്ന് പറയാനാണ് ഞാൻ വന്നത്. അയ്യേ മണി, നിനക്ക് ചേരൂല. അതെനിക്ക് ചേരാത്ത. അത് ഈ നല്ല മെലിഞ്ഞ സ്ത്രീകൾക്ക് ചേരുന്ന നെക്ലസ് ആണ്. അതാണ് അവൾക്ക് ഓ ചേരുന്നത്. ഇപ്പോഴല്ലേ നിങ്ങളുടെ മനസ്സിലിപ്പോ എനിക്ക് മനസ്സിലായത്. വണ്ണുള്ളവളായതുകൊണ്ട് എനിക്ക് ഒന്നും ചേരില്ലെന്നല്ലേ. കണ്ട മാമ, എന്റെ വണ്ണം ഒരു കുറവായിട്ട് ഇങ്ങനെ കണ്ടോണ്ടിരിക്കാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല മണി. അങ്ങനെ തന്നെ ഉദ്ദേശിച്ചത്. സ്വന്തം ഭാര്യയുടെ മുമ്പ് വെച്ച് വേറൊരു പെൺകുട്ടിയെ പോറ്റി പറയുമ്പോഴേ അവക്കത് ഇഷ്ടപ്പെടൂല. എന്റെ മാമ ഞാൻ പോയിട്ടൊന്നും അല്ല. പിന്നെ ഞാൻ ഉള്ള സത്യം പറഞ്ഞില്ലേ. ഓഹോ, അപ്പൊ നിങ്ങളുടെ ഭാര്യയുടെ വണ്ണം ഒരു കുറവാണ്, എന്റെ ഒരു കുറവായിട്ടാണ് നിങ്ങൾ കണക്കാക്കി വെച്ചേക്കുന്നല്ലേ. മനസ്സിലായി. മണി നീ എന്താന്ന് പറയണേ? രവിയേട്ടാ, നാട്ടുകാർ മൊത്തം എന്റെ വണ്ണത്തിനെ പറ്റി കുറ്റം പറയും. കണ്ട് 5 മിനിറ്റ് ആവുന്നതിന് മുന്നേ നാട്ടുകാർ വന്ന് എന്റെ അടുത്ത് മെലിയണം എനിക്ക് ആരോഗ്യത്തിന് പ്രശ്നമാണെന്ന്. മെലിഞ്ഞിരിക്കുന്നവർക്ക് ആരോഗ്യ പ്രശ്നമില്ലേ? അല്ലെങ്കിൽ തന്നെ ലോകത്തിലുള്ള സകലമായ ആൾക്കാരെ ദൈവം ഒരു അച്ചിട്ടിട്ടാണ് വാർത്തത്. ചിലർ വണ്ണമുള്ളവരുണ്ടാവും, ചിലപ്പോൾ കറക്റ്റ് സൈസ് ആയിരിക്കും, ചിലപ്പോൾ മെലിഞ്ഞിരിക്കും, പല ഷേപ്പിലും സൈസിലല്ലേ വരുന്നത്. അത് കാണുമ്പോൾ മറ്റുള്ളവർക്ക് സുഖമായിട്ടുണ്ടെങ്കിൽ ഞാൻ സഹിച്ച്, പക്ഷെ അത് എന്റെ ഭർത്താവിന് അതൊരു പ്രശ്നമാണെന്ന് പറയുമ്പോഴുണ്ടല്ലോ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞ. അളിയ ഒന്ന് പറയാളിയാ. ഞാൻ പറയത്തില്ല. അളിയന്റെ ഭാഗത്താ തെറ്റ്. ഒന്ന് പറ. ഞാൻ എന്തിനു പറയാ, നീ അവളെ മുമ്പ് ഇത്രയൊക്കെ പറഞ്ഞു. ഇനി നിങ്ങൾ ഒരു അക്ഷരം മിണ്ടണ്ട. നിങ്ങളെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് മനസ്സിലായി. മനുഷ്യ നിങ്ങളെ പറ്റി ഞാൻ ഇത് വിചാരിച്ചതേ ഇല്ല. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചില്ല. അളിയൻ അങ്ങനെ ഒന്നും പറയണ്ട. ഞാനും അങ്ങനെ വിചാരിച്ചില്ല. സത്യം എന്തോ മണിക്കൂട്ടാ ഒരുമാതിരി എരുതിയില്ല, എണ്ണ ഒഴിക്കില്ല കേട്ടാ. അതെ അളിയ, സത്യം പറഞ്ഞ അവൾക്ക് നല്ല വണ്ണമുണ്ട്. ഞാൻ പറഞ്ഞില്ലേ. അതെ, ഇത് അവിടെ മുമ്പ് വെച്ച് പറഞ്ഞിട്ടായിരുന്നോ? പറയാൻ പറ്റത്തില്ല. കാരണം നാളെ എനിക്ക് ഇവിടെ ജീവിക്കണ്ട. അതെ, അവളാണെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാണ്. ഞാൻ എന്ത് ചെയ്യും? ഇനിയിപ്പോ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാല് അളിയൻ പോയിട്ട് മണിയടി. പറ്റുമോ കാര്യം? അവള് ഭയങ്കര ദേഷ്യത്തിലാണ്. എല്ലാം കൂടെ ആരെ കണി കണ്ടോണ്ടോ.